ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം എന്നതിനെ സംബന്ധിച്ചാണ്. പലർക്കും സ്ക്വയർ റൂട്ട് ഒരു പ്രയാസമായി തോന്നാറുണ്ട്. എന്നാൽ ഈ മെത്തേഡ് പഠിക്കുക വഴി കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ കഴിയും. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്ന എക്സാമ്പിളുകൾ ശരിക്ക് മനസ്സിലാക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 7921 എന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആണ് കാണാൻ പോകുന്നത് വിചാരിച്ചോളൂ. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പ്ലേസിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കോമ ഇടാം. ഇനി ഇവിടുത്തെ വൺസ് പ്ലേസിൽ വരുന്ന നമ്പർ ഏതാണ്? 1 ആണ്. അപ്പൊ ഒന്നുകിൽ നമ്മുടെ ആൻസറിൽ വൺസ് പ്ലേസിൽ 1 എന്നോ അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൽ 9 എന്നോ ആണ് വരിക. കാരണം 1ന്റെ സ്ക്വയർ ആണ് 1, 9ന്റെ സ്ക്വയർ 81 വരും. അപ്പോൾ നമ്മൾ 1 വരും. ഈ രണ്ട് നമ്പറുകളിൽ ഏതോ ഒന്നാണ് നമ്മുടെ വൺസ് പ്ലേസിൽ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 79 എന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഇതിന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 64 ആണ്. 8ന്റെ സ്ക്വയർ ആണല്ലോ 64. അപ്പൊ നമുക്ക് ഇവിടെ 8 എന്ന് കൊടുത്താൽ ഒന്നുകിൽ 81 ആണ് അല്ലെങ്കിൽ 89 ആണ് നമ്മുടെ ആൻസർ എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കണമെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഈ 8നെ തുടർന്ന് വരുന്ന നമ്പർ ഏതാണ്? നാച്ചുറൽ നമ്പർ 9 ആണ്. അപ്പൊ 8 × 9 72 ആണ്. ഈ 72 എന്നത് ഈ നമ്പറിനേക്കാൾ, ശ്രദ്ധിക്കുക, ഈ നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ ഇതിലെ വലിയ ആൻസർ ആണ് എടുക്കേണ്ടത്. സോ ദ ആൻസർ ഈസ് 89. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ എക്സാമ്പിൾ 4624. ഇതാണ് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള നമ്പർ എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പ്ലേസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഗ്രൂപ്പ് ആക്കി. ഇനി ഇവിടെ വൺസ് പ്ലേസിൽ വരുന്ന നമ്പർ 4 ആയതുകൊണ്ട് ഒന്നുകിൽ നമ്മളെ ആൻസറിൽ 2 വരും അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൽ 8 വരും. കാരണം 2 × 2 4 ആണ്, 8 × 8 64 ആണ്. അപ്പോഴും 4 സംഭവിക്കും. ഇനി 46 എന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ 46ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇപ്പൊ 6ന്റെ സ്ക്വയർ 36 ആണ്, 7ന്റെ സ്ക്വയർ 49 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് വരിക? 6 ആണ് നമ്പർ ആയിട്ട് വരിക. അപ്പൊ ഒന്നുകിൽ 62 അല്ലെങ്കിൽ 68, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മളെ ആൻസർ ആയിട്ട് വരിക. ഇനി 6 കഴിഞ്ഞാൽ അടുത്ത നാച്ചുറൽ നമ്പർ ആരാ? 7. 6 × 7 എത്ര? 42 ആണ്. ഈ 42 എന്നത് ഈ 46നേക്കാൾ ചെറുതായതുകൊണ്ട് ഇതിലുള്ള വലിയ നമ്പറാണ് ആൻസർ ആയിട്ട് വരിക. സോ ദ ആൻസർ ഈസ് 68. അടുത്ത എക്സാമ്പിൾ 2704 എന്ന നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയർ കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ 2 പ്ലേസ് വെച്ചിട്ട് ഗ്രൂപ്പ് ആക്കി. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇവിടെ 4 ആണ് വൺസ് പ്ലേസിൽ വരുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ 2 വരണം അല്ലെങ്കിൽ 8 വരണം. കാരണം 2ന്റെ സ്ക്വയർ ആണ് 4, 8ന്റെ സ്ക്വയർ 64 ആണ്, 4 വരും. ഇനി 27 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 27ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 25 ആണ്. അതിന്റെ റൂട്ട് 5 ആണ്. സോ അവിടെ ആൻസറിൽ നമുക്ക് ഒന്നുകിൽ 52 അല്ലെങ്കിൽ 58, 52 അല്ലെങ്കിൽ 58 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ മനസ്സിലാക്കുക 5 എന്ന് പറയുന്നത് ആരാ? നാച്ചുറൽ നമ്പർ. അതിന് തൊട്ട് അടുത്ത നാച്ചുറൽ നമ്പർ 6 ആണ്. 5 × 6ന്റെ ആൻസർ 30 ആണ്. ഈ 30 എന്ന് പറയുന്ന നമ്പർ ഈ 27നേക്കാൾ വലുതായതുകൊണ്ട് ഇതിലുള്ള സ്മോൾ ആണ് ആൻസർ ആയിട്ട് വരിക. സോ 52 ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 2704. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടി ഫൈനലി ഒരു എക്സാമ്പിളോട് പറയാം. 6561. ഇത് നമ്മളെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള നമ്പറാന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഗ്രൂപ്പ് ആക്കി. ഇനി ഇവിടെ വൺസ് പ്ലേസിൽ 1 വരണമെങ്കിൽ ഐദർ ദ ആൻസർ ഈസ് 1 ഓർ 9 വരണം. കാരണം എന്താണ്? 1ന്റെ സ്ക്വയർ 1 ആണ്, 9 9 81 വരും. അപ്പോൾ നമ്മൾ ആൻസർ 1 വരും. ഇനി 65ന് തൊട്ട് പിറകിലുള്ള താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 64 ആണ്. അതിന്റെ റൂട്ട് 8. അപ്പൊ നമുക്ക് ഒന്നുകിൽ നമ്മൾ ആൻസർ 81 ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആൻസർ 89 ആയിരിക്കും. ഇനി 89 ആണോ 81 ആണോ നമ്മുടെ ആൻസർ എന്തെങ്കിലും ചെക്ക് ചെയ്യാം. 8 കഴിഞ്ഞാൽ അടുത്ത നാച്ചുറൽ നമ്പർ ആരാ? 9 ആണ്. അതിന്റെ പ്രൊഡക്റ്റ് കാണാം നമ്മൾ 72. ഈ 72 എന്നത് 65നേക്കാൾ ബിഗ് ആയതുകൊണ്ട് ഇതിലുള്ള സ്മോൾ ആണ് ആൻസർ ആയിട്ട് വരിക. സോ അവർ ആൻസർ ഈസ് 81. ഇതാണ് ഇതിന്റെ ആൻസർ.